ഓക്കെ, എന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. മിക്ക ആളുകൾക്കും അറിയാം. എന്നാലും പേര് പ്രഭാകരൻ എന്നാണ്. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനും മട്ടന്നൂരിനും ഇടയിലുള്ള ഒരു സ്ഥലം മാലൂർ, ഒരു 14 കിലോമീറ്റർ അകലെയാണ് താമസിക്കുന്നത്. കഴിഞ്ഞ 35 വർഷമായിട്ട് പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു 4 മാസമേ ആയിട്ടുള്ളൂ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തിട്ട്. ഞാൻ ഈ അവസരത്തിലേക്ക് കടന്നു വരുന്നത് രണ്ട് നക്ഷത്രങ്ങൾ, അതായത് നമ്മളെ ഷൈജി സാറും അതുപോലെ വടകരയുള്ള രാജേഷ് സാറും മകന്റെ പിന്നെ കൂട്ടുകാരാണ്. മകന്റെ കൂടെയാണ് അവര് വീട്ടിലേക്ക് വരുന്നത്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ പിന്നെ ഞാനൊരു വിമുഖതയും പുറത്ത് കാണിച്ചിരുന്നില്ല. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് ഈ ഒരു കൺസെപ്റ്റുമായിട്ട് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് പതുക്കെ 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 ഇവരുടെ നിരന്തരമായിട്ടുള്ള ഒഴിവു സമയങ്ങളിലൊക്കെ ഇടപെടലും ഒക്കെയായി അങ്ങനെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ടാണ് എന്നെക്കാൾ കൂടുതൽ താല്പര്യം കാണിച്ചത് വൈഫായിരുന്നു. അവര് പ്രൊഡക്റ്റിന് വീണ്ടും ഓർഡർ ചെയ്യാൻ പറഞ്ഞു, ഓർഡർ ചെയ്തു. പിന്നെ അതിനുശേഷം പിന്നെ ഞാനും, അങ്ങനെ ഞങ്ങൾ 3 പേരും ഓരോരോ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടാണ് ബിസിനസ്സിലേക്ക് കാൽവെച്ചത്. കൂടുതൽ പറഞ്ഞ് നിങ്ങളെ മോഷിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഇന്നത്തെ വിഷയം ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇവിടെ വരാൻ വേണ്ടി പോകുന്നത്. നല്ല ആറ്റിറ്റ്യൂഡുള്ള ആളുകളാണ് ജീവിതത്തിൽ ഏത് മേഖലയിലും വിജയിക്കുന്നത്. കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും ബിസിനസ്സിലായാലും നല്ല മനോഭാവം ഉള്ള വ്യക്തികളാണ് വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ നല്ല രീതിയിൽ നമ്മളോട് പറഞ്ഞു തരാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അപ്ലൈൻ ലീഡറായിട്ടുള്ള ഷൈജി സാറാണ്. അദ്ദേഹം കൊടുങ്ങല്ലൂര് അല്ല, ഈ കൊടുങ്ങല്ലൂർ നമ്മളെ അലീക്ക സാറിനെ കാണുമ്പോൾ കൊടുങ്ങല്ലൂർ ഓർമ്മ വന്നാണ്. അത് ഗുരുവായൂരാണ്, അടുത്ത പ്രദേശമാണെന്ന് തോന്നുന്നു. അപ്പൊ ഗുരുവായൂര് ആണ്. അദ്ദേഹം ഒരു കണ്ടക്ടറാണ്. അതിലുപരി നമ്മളെ പോലെയുള്ള ഈ ഒരുപാട് ആളുകളെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി മുന്നിട്ട് ഇറങ്ങി. കാരണം ഇന്നും പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്യുന്നതെങ്കിലും അടുത്ത നമ്മളെ KBCയുടെ കോടീശ്വര പട്ടികയിലേക്ക് ഉയർന്നു വരാൻ കഴിവുള്ള അതിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന പവർഫുൾ ആയിട്ടുള്ള എൻ്റെ അപ്ലൈൻ ലീഡറായിട്ട് ഷൈജി സാറാണ്. അദ്ദേഹം എന്താണ് മനോഭാവം എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ സുവ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ സെക്ഷൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ അദ്ദേഹത്തെ ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം മിസ്റ്റർ ഷൈജി സാർ. താങ്ക് യു പ്രഭാകർ സാർ. ഗുഡ് മോർണിംഗ് ടു ഓൾ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ സാറേ? ഉണ്ട്. ഓക്കെ, പേര് പറഞ്ഞു പരിചയപ്പെടുത്തി. ഷൈജു, സ്ഥലം ഗുരുവായൂരിനടുത്താണ്, മുല്ലശ്ശേരി. പ്രൊഫഷനും അദ്ദേഹം പറഞ്ഞു. KSRTCയിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഈ ബയോട്ടോറിയമായിട്ട് കഴിഞ്ഞ ഏകദേശം ഒരു 8 മാസത്തോളമായിട്ട്, 8 മാസം മുമ്പാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് രാജേഷ് സാറിലൂടെ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അന്ന് മുതൽ വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നു. നല്ല രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ കണ്ണൂരുള്ള ടീം ലീഡ് ചെയ്യുന്നത് പ്രഭാകരൻ സാറാണ്. അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ജീവിതത്തിൽ വളരെ പാഷനായിട്ട് എടുത്തുകൊണ്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അത്തരത്തില് നിരവധി വ്യക്തികളെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനും അവരുമായിട്ട് ബിസിനസ് ഓരോ അടുത്ത തലങ്ങളിലേക്കും ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാനും കഴിയുന്നു. അതിന് നമ്മുടെ ലീഡർഷിപ്പ്, KBCയുടെ മുന്നണി പോരാളിയായിട്ടുള്ള നമ്മുടെ മനോജ് സാർ, മനോഹരൻ സാർ, വിജയൻ സാർ, രാജേഷ് സാർ, അങ്ങനെ നിരവധി ലീഡേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. മറ്റു ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. ഇവരൊക്കെ ഒരു പ്രചോദനം നമുക്ക് ഈ ബിസിനസ് ചെയ്യാനായിട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇവിടെ 6am ക്ലബിലുള്ള പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നിരവധി വ്യക്തികൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. അതുപോലെ തന്നെ അവർ നോളജ് ഷെയർ ചെയ്യുന്നു. ആ നോളജ് നമുക്ക് ഓരോ ദിവസവും
മോർണിംഗിൽ കിട്ടുന്ന ഒരു എനർജി ബൂസ്റ്ററാണ് അല്ലെ? കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ തന്നെ ബിസിനസ്സിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇന്നലെ ഞാൻ എന്ത് ചെയ്തില്ല എന്ന രീതിയിൽ നമുക്ക് മറ്റു വ്യക്തികളുമായിട്ട് സംവദിക്കാനും അവരുടെയൊക്കെ അറിവ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനും കഴിയുന്നു എന്നുള്ളതാണ് ഈ ഒരു 6 AM ക്ലബിന്റെ പ്രത്യേകത. ഒരുപക്ഷെ നമ്മുടെ ഈ ബിസിനസിന്റെ ഏറ്റവും ലൈവായിട്ട് നമ്മളെയൊക്കെ പിടിച്ചു നിർത്തുന്നത് ഈ ഒരു KBCയുടെ 6 AM ക്ലബിലെ കൂട്ടായ്മയാണെന്ന് പറയും. കാരണം ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും കാലത്ത് തന്നെ വന്ന് പരസ്പരം ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഓരോ ദിവസവും നമ്മളിവിടെ പലതരത്തിലുള്ള ടോപ്പിക്കുകൾ, പലരുടെയും ജീവിതവുമായിട്ട് ഈ ബയോട്ടോറിയം എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കേൾക്കുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു വാക്കിനെ കുറിച്ചാണ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് നമ്മുടെ മനോഭാവം, അതാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. ഒരാളുടെ മനോഭാവം അത് നമ്മുടെ ഈ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ആറ്റിറ്റ്യൂഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് വാക്കുകളിൽ നമ്മൾ കുറെ വാക്കുകൾ, പ്രത്യേകിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന കുറെ വാക്കുകളുണ്ട്. അപ്പൊ അതില് 100% 100 എന്ന് കിട്ടുന്ന ഒരു വാക്കാണ് ആറ്റിറ്റ്യൂഡ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മൾ ഈ അക്ഷരങ്ങൾ കൂട്ടി നോക്കി കഴിഞ്ഞാൽ, അവരുടെ പ്ലേസുകൾ കൂട്ടി നോക്കി കഴിഞ്ഞാൽ 100ലേക്ക് എത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ മനോഭാവം നമ്മൾ ഏത് രീതിയിൽ കാണുന്നു, അത് നമ്മളെ ഒരു 100% പൂർണ്ണതയുടെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്നു. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ആറ്റിറ്റ്യൂഡ് നമുക്ക് മനോഭാവം അത് പോസിറ്റീവായിട്ടുണ്ടാവാം, നെഗറ്റീവായിട്ടുണ്ടാവാം, മറ്റും ഇതൊക്കെ ഉള്ളതാണ്. ഇത് നമ്മളെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു, നമുക്കൊരു വിഷയത്തെ എങ്ങനെ നോക്കിക്കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഈ ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ്. അതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനോഭാവമാണ് നമ്മുടെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു എന്ത് കാണുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു മനോഭാവം. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നോട് തോന്നുന്ന ഒരു മനോഭാവം, നേരത്തെ പ്രഭാകരൻ സാർ സംസാരിച്ചപ്പോൾ, അല്ലെങ്കിൽ ബിസിനസ്, ഈ ബയോട്ടോറിയം, എന്ത് നമ്മുടെ ചിന്തയിലേക്ക് വരുമ്പോഴും അതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ മാറി മറിയുന്നുണ്ട്. അപ്പൊ നമ്മളൊരു വ്യക്തിനെ കാണുമ്പോൾ നമുക്കറിയാം, അല്ലേ, അദ്ദേഹം കൊള്ളാവുന്ന ഒരു വ്യക്തിയാണ്, അല്ലെ കൊള്ളരുതാത്ത ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ഫ്രോഡാണ്. അങ്ങനെ പലതരത്തിലുള്ള കാഴ്ചപ്പാട് നമുക്കൊരു വ്യക്തിയുമായിട്ട് കാണുമ്പോഴോ പരിചയപ്പെടുമ്പോഴോ ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരും. ഈ മനോഭാവം അത് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകമാണ്. ഇതിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുമോ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് മനോഭാവങ്ങൾ ഉണ്ടല്ലേ. നമ്മളൊരു കാര്യം കാണുമ്പോൾ അതിൽ പോസിറ്റീവായിട്ട് കാണാം, അതിനെ നെഗറ്റീവായിട്ട് കാണാം. പല കഥകളിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പൊ നമ്മളൊരു ഗ്ലാസ്സിൽ പകുതി വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് ഒരു വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ പകുതിയേ ഉള്ളൂ, അല്ലെങ്കിൽ വേറൊരു വ്യക്തി ഇത് പകുതി നിറയെ ഉണ്ട് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഈ മനോഭാവം ഒരു വ്യക്തിയുടെ തന്നെ, ഓരോ വ്യക്തിയുടെയും കാഴ്ചപ്പാട് ഒരു കാര്യത്തിൽ ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ മനോഭാവത്തിനെ കുറിച്ച് ചിന്തിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചിന്തിച്ച് ജീവിക്കുന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല. നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ചിന്തകളെയും നമ്മുടെ മനോഭാവത്തെയും. അപ്പോൾ അതിനെ എങ്ങനെ പോസിറ്റീവായിട്ട് നിലനിർത്താം, എങ്ങനെ നെഗറ്റീവായിട്ട് നിലനിർത്താം, ഇത് മാത്രമാണ് നമുക്ക് നമ്മുടെ കൺട്രോളിലുള്ളത്. നമ്മൾ പലപ്പോഴും നമ്മുടെ എനർജി ചെലവാക്കുന്നത് മറ്റുള്ളവരെ മാറ്റിമറിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോസിറ്റീവ് ആക്കാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.
നമ്മൾ അതിൽ നിരാശരാകുന്നു. നമുക്ക് വേറൊരു വ്യക്തിയെ മാറ്റിമറിക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് മാറ്റിമറിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ മാറണോ വേണ്ടയോ എന്ന് ഒരു വ്യക്തിയാണ് തീരുമാനിക്കുന്നത്. നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്, ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെ നിലനിർത്താം, എങ്ങനെ അതിനെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണാം. അപ്പോ ഈ ബിസിനസ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിലും പോസിറ്റീവായിട്ട് കാണാം, അല്ലേ? എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് കാണാം, അതോടൊപ്പം തന്നെ അത് നെഗറ്റീവായിട്ടും കാണാം. അപ്പൊ നെഗറ്റീവായിട്ടുള്ള കാഴ്ചപ്പാട് എന്തുണ്ടാക്കും? നമ്മുടെ പ്രശ്നങ്ങൾ കൂട്ടും. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഏത് സമയവും നമ്മൾ പ്രശ്നങ്ങളുടെ ഉള്ളിലാവും. നമുക്ക് സ്വതന്ത്രമായിട്ട് മറ്റു കാര്യങ്ങളിലേക്ക്, ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കാതെ വരും. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മേക്കപ്പ് പോലെയാണ്. പക്ഷെ അതിൽ തന്നെ നമുക്ക് ചില ഘടകങ്ങൾ അത് വലിയ രീതിയിൽ നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്ന ഒന്നാണ്. അപ്പൊ നമ്മള് ചില വ്യക്തികൾ വളരെ സൗമ്യരായിരിക്കും, ചില വ്യക്തികൾ വളരെ ഈഗോയിസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ ബിസിനസ്സിനെയോ അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദങ്ങളെയോ ഒക്കെ ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈഗോ എന്ന് പറയുന്ന ഒരു വേഡ് നമ്മുടെ ബിസിനസ്സിൽ നോക്കുകയാണെങ്കിൽ ഇതിനെ തകർക്കാനായിട്ട് നിങ്ങൾ എത്ര വലിയ സൗധം കെട്ടിപ്പൊക്കിയാലും അതിനെ തകർത്ത് കളയാനായിട്ട് കഴിയുന്ന ഒരു ഘടകമാണ് നമ്മുടെ ഈഗോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിൽ ഈഗോ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് മാറ്റി വയ്ക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ്സിലായിക്കോട്ടെ അല്ല നമ്മുടെ സമൂഹത്തിലായിക്കോട്ടെ നമുക്ക് നിലനിന്ന് പോകാനായിട്ട് സാധിക്കുള്ളൂ. പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ വലിയ വിഷയങ്ങളാക്കിയിട്ട് കൊണ്ടുവരുന്നത്. ചെറിയ കുട്ടികൾ പറയുന്ന പോലെ അവൻ അത് ചെയ്തു, ഇവൻ ഇത് ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ പറയില്ല ആ ഒരു കുട്ടി, രണ്ടു കുട്ടികളുണ്ടെങ്കിൽ മൂന്ന് കുട്ടികളെന്ന് പറയും, മറ്റവന് മുട്ടായി കൊടുത്തു എനിക്ക് തന്നില്ല. ഇത്തരത്തിലുള്ള ചെറിയ വിഷയങ്ങളിൽ നിന്ന് അതിനെ വലുതാക്കി അത് വലിയ വിഷയമാക്കിയിട്ട് മാറ്റുന്നു. ഞാൻ വലിയവനാണ്, അല്ലെങ്കിൽ ഞാനാണ് എല്ലാവർക്കും മുകളിൽ, ഞാൻ പറയുന്നത് എല്ലാവരും അനുസരിക്കണം, ഈ രീതിയിലുള്ള കാഴ്ചപ്പാടുള്ള വ്യക്തികള് അല്ലെങ്കിൽ ലീഡേഴ്സ് ഒക്കെ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ കാണുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഒരു ടൈം ബീങ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ബിസിനസ്സിൽ നിലനിന്ന് പോവാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാക്കുന്നതിന് ഏറ്റവും തടസ്സമായിട്ടുള്ള ഒരു ഘടകമായിട്ട് ഇതിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം എന്താണ്? നമ്മൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റിയിലാണ്, ഈക്വലായിട്ട് മറ്റുള്ളവരെ നമ്മൾ പരിഗണിക്കുമ്പോഴാണ് നമുക്കും ആ ഒരു പരിഗണന കിട്ടുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എന്താണ് ചില വ്യക്തികൾ ചെയ്യുന്നത്? ചില വ്യക്തികൾ എനിക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ഡൗൺലൈൻ അല്ലെങ്കിൽ അപ്ലൈൻ ലീഡേഴ്സ് നിങ്ങളെക്കാളും കഴിവ് കുറഞ്ഞ വ്യക്തിയായിരിക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഓപ്പർച്യൂണിറ്റിയിൽ നമ്മളുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ പരിശ്രമം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ എത്തിയിട്ടുള്ളത്. അറിവ് എന്നുള്ളത് അത് പ്രോപ്പറായിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമാണ് അതിന് ഗുണമുള്ളൂ, അല്ലെ? വിനാശകരമായ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞിട്ട് യാതൊരു ഗുണവും നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ അറിവുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതിന്റെ അർത്ഥം നമ്മൾ മറ്റുള്ളവരെല്ലാവരെയും തിരസ്കരിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാവരും നമ്മളെ അനുസരിക്കുക, നമ്മളവരെ ബോസാണ്, ആ ഒരു രീതിയിലുള്ള കാഴ്ചപ്പാടിലേക്ക് നമ്മൾ പോകുന്നത് നമുക്കൊരിക്കലും ഗുണം ചെയ്യില്ല. അപ്പൊ ഇതിനെ ഒരു സന്തുലിതമായ കാഴ്ചപ്പാടോട് കൂടിയിട്ട് കാണാൻ പറ്റുന്ന ആൾക്കാർക്ക്, അവർക്ക് മാത്രമേ ഒരു ടീം ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ കുറച്ച് ദിവസം ബിസിനസ് ചെയ്യുന്നുണ്ടാവും, കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും കുറച്ച് ദിവസം ഒന്ന് വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കും. കുറച്ച് കഴിഞ്ഞാൽ ആ വ്യക്തികളെ തന്നെ നമ്മൾ പലപ്പോഴും കാണാതായിട്ട് പോകുന്നുണ്ടാവും. അപ്പൊ നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങൾ വന്നിട്ടുള്ളത് മറ്റുള്ളവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനാണോ അതോ നിങ്ങൾ ഈ ബിസിനസ്സിലൂടെ കോടികൾ നേടാനാണോ? ഈ ഒരു ചിന്തയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ചിന്തയിൽ ഊന്നി വേണം നമ്മളുടെ ഓരോ പ്രവർത്തനവും. നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ ടീം ബിൽഡ് ചെയ്യാൻ, ആ ടീമിലൂടെ അവരെ സക്സസ് ആക്കുന്നതിലൂടെ നമ്മുടെ വരുമാനം കൂട്ടാനായിട്ടും നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാനായിട്ടും ഉള്ളൊരു അവസരമായിട്ട് ആണ് ഇതിനെ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ നിരവധി വ്യക്തികളെ
പലതരത്തിലുള്ള സ്വഭാവം ഉള്ള ആൾക്കാരെ നമ്മൾ കാണുന്നു. അവരെ ഒരേ ചരടിൽ കോർത്തിണക്കി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളാണ് ഒരു ലീഡർഷിപ്പിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പൊ ഈ ഒരു ഘടകം ഞാൻ ഇത്രയും ഊന്നി പറയാനായിട്ട് കാരണം അത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ മറ്റൊരാളും നമ്മളെ പോലെ ഈക്വൽ ആണ്, ഓപ്പർച്യൂണിറ്റിയും ഈക്വൽ ആണ്. അദ്ദേഹത്തിന് ഇന്ന് ചിലപ്പോൾ അദ്ദേഹം ചെറിയ വ്യക്തിയായിരിക്കാം, നാളെ നമ്മളെക്കാൾ ഉയരങ്ങളിലേക്ക് പോകാൻ കഴിവ് ഓരോ വ്യക്തികളിലും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ അതൊരു പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം ആ കഴിവുകളൊക്കെ പുറത്തെടുത്തുകൊണ്ട് വലിയ രീതിയിൽ ഗ്രോ ചെയ്ത് മുന്നോട്ട് പോകും. അതൊക്കെ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് എല്ലാവരും പോസിറ്റീവായിട്ട് കാണാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെഗറ്റീവ് സ്പൈറൽ എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് തോട്ട്സുകളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ കാണുന്നെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകളും വ്യക്തികളും സാഹചര്യങ്ങളും നമ്മുടെ അടുത്തേക്ക് വരും. ഇത് തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ നെഗറ്റീവാണ്, എന്ത് കണ്ടാലും നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? പിന്നെ നമ്മുടെ അടുത്ത് ഒരു നല്ല കാര്യം പറഞ്ഞാലും അത് നെഗറ്റീവ്. നമ്മുടെ ഒരു ലീഡർ പറയുകയാണ് നിങ്ങൾ ഈ മാസം 50,000 നേടണം എന്ന് പറഞ്ഞാൽ അതിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കാണാം അല്ലെ? പോസിറ്റീവായിട്ട് എന്താ? ആ 50,000 കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് എൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം. നെഗറ്റീവ് വശമായിട്ടും ചിന്തിക്കാം, ഞാൻ 50,000 നേടുമ്പോൾ അദ്ദേഹത്തിന് 1,00,000 നേടാനുള്ള സൂത്രപ്പണിയല്ലേ, അവിടെ നിൽക്കട്ടെ, ഞാൻ തൽക്കാലം 50,000 നേടുന്നില്ല. ആർക്കാണ് നഷ്ടം? എനിക്കാണോ ലീഡർക്കാണോ? ലീഡർ നമ്മളല്ലെങ്കിൽ വേറൊരു വ്യക്തിയിലൂടെ അദ്ദേഹത്തിന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ടാവും. സോ നമ്മള് എങ്ങനെ കാണുന്നു, നമ്മളുണ്ടെങ്കിലേ ബിസിനസ് ഉള്ളൂ എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ ബിസിനസ്സിന് ഒരു ഭാഗമാണ്, ടീമിന്റെ ഒരു ഭാഗമാണ്. ടീമിന്റെ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ടീമിന്റെ ഗ്രോത്തിലേക്കാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവും നെഗറ്റീവുമായിട്ട് ഉള്ള കാര്യങ്ങളുണ്ട്. അതിനെ ആ രീതിയിൽ നെഗറ്റീവ് കടന്നു വരാത്ത മനസ്സുകളോ ഒന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരുടെ മനസ്സിലും നെഗറ്റീവ് വരും ഉണ്ടല്ലോ അല്ലെ? നമ്മളൊരു ബസ് കാത്തുന്ന സമയം ഒഴുകുമ്പോൾ അപ്പോഴും നെഗറ്റീവ് ചിന്തകൾ വരും, സ്വാഭാവികമാണ്. പക്ഷെ അത് ഒരു ചെറിയ സമയത്തേക്ക് അതിനെ മാറ്റി നിർത്താനായിട്ട് ചിലപ്പോൾ നമുക്ക് അതിനെയും പോസിറ്റീവായിട്ട് കാണാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ലേറ്റ് ആയിട്ടുള്ള ഒരു ബസ്, അതിന് മുമ്പ് പോയിട്ടുള്ളൊരു എന്തെങ്കിലും ഒരു അപകടത്തിൽ നിന്ന് ചിലപ്പോൾ രക്ഷപ്പെടാനാണെങ്കിലും അങ്ങനെയും വരാലോ. അപ്പൊ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ദൈവത്തിന്റെ ഒരു പദ്ധതിയാവാലോ നമ്മളെ ലേറ്റ് ആകും. സോ ഏത് കാര്യത്തിലും പോസിറ്റീവും നെഗറ്റീവും കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം. ബിസിനസ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ആൾക്കാരിലൂടെ മാത്രം ബിൽഡ് ചെയ്ത് പോകുന്നതാണ്. നെഗറ്റീവായിട്ടുള്ള വ്യക്തികൾ ഈ ബിസിനസ്സിൽ ഒരിക്കലും നിലനിൽക്കുകയോ വിജയിക്കുകയോ ചെയ്യുകയില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. നിങ്ങൾ ആരുടെ ഹിസ്റ്ററി വേണമെങ്കിൽ എടുത്ത് നോക്കിക്കോളൂ. ഒരു പോസിറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെയാണ് കൂടുതൽ ആൾക്കാർ വരുള്ളൂ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എപ്പോഴും നമ്മളോട് പരാതി പറയുകയോ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് പരാതി പറയുകയോ ചെയ്യുന്ന വ്യക്തികള് അവരുമായിട്ട് നമ്മൾക്കുള്ള ആ ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു സമ്പർക്കം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. കാരണം എപ്പോഴും നെഗറ്റീവ് ചിന്തകളാണ് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്. സോ ആ നെഗറ്റീവിനെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അവരൊരു കയ്യകലത്തിൽ നമ്മൾ നിർത്തുന്നുണ്ടാവും. സോ പോസിറ്റീവ് നെഗറ്റീവ് തോട്ട്സുകളെ നമുക്ക് ഒരേ രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കണം. പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് നമ്മളിൽ കൂടുതൽ വരേണ്ടത്. പോസിറ്റീവായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആൾക്കാരെ നമ്മളിലേക്ക് ആകർഷിക്കാനായിട്ട് സാധിക്കും. നമ്മളെ മനോഭാവം, നമ്മുടെ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത് ഈ മനോഭാവം ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ മനോഭാവമാണ് നമ്മളെ പ്രവൃത്തിയെടുക്കാനായിട്ട് സജ്ജരാക്കുന്നത്. നമ്മുടെ മനോഭാവമാണ് നമ്മളെ പ്രവൃത്തിയിലൂടെ നമുക്ക് ഫലം തരുന്നത്. പ്രവൃത്തിയെടുത്തുള്ള ആൾക്കാർക്ക് മാത്രമാണ് ജീവിതത്തിൽ മേന്മ ഉണ്ടാവുന്നത്. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പൊ നമ്മുടെ മനോഭാവം ഇന്നിപ്പോ നമ്മള് രണ്ടുപേരെ കാണാം, എവിടെയാണ്? ചിലപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട്സ്, ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് വരുന്നു, അവരുമായിട്ട് സംസാരിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് നാളേക്ക് മാറ്റാം. മനോഭാവം. അപ്പൊ നമ്മൾ പ്രവൃത്തി എടുക്കുന്നത് അവിടെ മിസ്സായി അല്ലേ? പ്രവൃത്തി ഇല്ലെങ്കിൽ അതിന് റിസൾട്ട് ഇല്ല.
ജീവിതത്തിലെ മേന്മ, നേട്ടം എന്ന് പറയുന്നത് ഒരു ഒരു സിംഗിൾ കേസിലാണെങ്കിൽ നമുക്ക് പറയാം നമുക്കൊരു 100 PV വരേണ്ടത് ഇല്ല എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ട 7500 രൂപ ഇല്ലാതെയിരിക്കുന്നു. അപ്പൊ നമ്മുടെ മനോഭാവമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുന്നത്. പോസിറ്റീവ് ആക്കുന്നതും നെഗറ്റീവ് ആക്കുന്നതും നമ്മളെ പ്രവർത്തിപ്പിക്കാനായിട്ട് തയ്യാറെടുപ്പിക്കുന്നു. കാലത്ത് 6 മണിക്ക് എണീക്കുന്നതും 8 മണിക്ക് എണീപ്പിക്കുന്നതും മീറ്റിങ്ങുകൾക്ക് നേരത്തെ എത്തുന്നതും സമയം വൈകി എത്തുന്നതും എല്ലാം നമ്മുടെ മനോഭാവമാണ്. അല്ലെ, നമ്മൾ 10 മണിക്ക് ഒരു മീറ്റിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ 11 മണിക്ക് വരുന്നതും നമ്മുടെ മനോഭാവമാണ്. എന്തുകൊണ്ടാ? എല്ലാവരും എത്തുമ്പോൾ 10:30 കഴിയും, പിന്നെ ഞാൻ എന്തിനാ നേരത്തെ പോകുന്നത്? സോ ഇത് കണ്ട് നമ്മുടെ ടീം നാളെ നമ്മളിലൂടെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അവരെന്ത് പറയും? 10:30 ലീഡർ വരും, നമ്മൾ 10:45 പോയാൽ മതി. അപ്പൊ എന്തുണ്ടാവും? നമുക്ക് കൂടുതൽ സമയം വഴുകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോ കാര്യത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സോ മനോഭാവത്തിനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് അതിനൊരു പോസിറ്റീവ് സ്പൈറൽ ആക്കി മാറ്റി പോസിറ്റീവായിട്ട് മാറ്റാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിത്യവും നമ്മളുടെ ബ്രെയിനിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടി പോസിറ്റീവ്. ഈ ഒരു മീറ്റിംഗ് അതിന് സഹായിക്കുന്ന ഒരു ഘടകമാണ്. കാരണം മോർണിംഗിൽ നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് എനർജി, നമ്മൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ എന്താ പറയുക ഉദ്ദീപിപ്പിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ബുക്സുകൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അസോസിയേഷൻ, ഫങ്ഷൻ നമുക്ക് ഇതൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ മറ്റ് ബിസിനസ് ഫങ്ഷൻസ്, അതുപോലെ നിരവധി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മോട്ടിവേഷണൽ ക്ലാസ്സുകൾ എല്ലാം നമുക്ക് തരുന്നത് ഒരു പോസിറ്റീവ് വൈബാണ്, പോസിറ്റീവ് എനർജി. അതുപോലെ ബുക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ബിസിനസ്സിലായിക്കോട്ടെ ജീവിതത്തിലായിക്കോട്ടെ നമുക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണാനായിട്ട് നമ്മളെ സഹായിക്കുന്ന നിരവധി ബുക്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതരത്തില് ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ മേടിച്ചുകൊണ്ട് ദിവസവും ഒരു 10 പേജോ 15 പേജോ 20 പേജോ വായിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന നോളജ് അത് നമ്മളുടെ ബ്രെയിനിനെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, പോസിറ്റീവായിട്ട് നമ്മുടെ ചിന്തകളെ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നതാണ്. സോ അത് നമ്മൾ മാക്സിമം പറ്റുമെങ്കിൽ മോർണിംഗ് ഈവനിങ് ഈ 2 സമയത്തും നമ്മളൊരു 10 മിനിറ്റ് നേരം ഇത്തരത്തിലുള്ള ബുക്സുകൾ വായിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള നെഗറ്റീവ് തോട്ട്സുകളെ നമുക്ക് ഒരു പരിധി വരെ മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കേണ്ടതാണ് അല്ലെ. ഫങ്ഷൻസും അല്ലെങ്കിൽ ഇന്നിപ്പോ യൂട്യൂബിൽ നമുക്ക് നിരവധി വീഡിയോസ് അവൈലബിൾ ആണ്. യൂട്യൂബ് ഇന്നിപ്പോ മൊബൈലില് തലകുനിച്ചിരിക്കാത്ത ഒരു വ്യക്തി പോലും ഇല്ല. ഫുൾ ടൈം നമുക്ക് ഇപ്പോ ഒരു ബസ് സ്റ്റോപ്പിലോ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ നമ്മൾ ഏറ്റവും കൂടുതൽ ആരോട് സംസാരിക്കുന്നില്ല, എല്ലാവരും അവരുടെ മൊബൈലിലാണ്. ഇതിനെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണാനായിട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനായിട്ടും ഉപയോഗപ്പെടുത്താം. അതേസമയം ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ട്, ഗെയിം കാണുന്ന ആൾക്കാരുണ്ട്, മറ്റു പലതും പാട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഓരോരുത്തരും അവരുടെ മനോഭാവത്തിനനുസരിച്ച് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അവരുടെ മനസ്സിൽ സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആത്യന്തികമായിട്ട് അത് നമുക്ക് ഗുണമാണോ ദോഷമാണോ എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഫുൾ ടൈം സമയം കിട്ടി കഴിഞ്ഞാൽ ഗെയിമിലേക്ക് പോകും അല്ലെ. അതേസമയം പോസിറ്റീവായിട്ടുള്ള വീഡിയോസ് നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ്. അത് കേൾക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ചാർജ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. നമ്മുടെ മീറ്റിങ്ങുകളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എനർജി ഉണ്ടാവും. നമ്മുടെ ടീമിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് കുറെ കൂടെ കാര്യങ്ങൾ, നോളജ് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. സോ ഇന്ന് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു മീഡിയ ആണ് നമ്മുടെ കയ്യിലുള്ള ഈ മൊബൈൽ എന്ന് പറയുന്നത്. നമുക്ക് അതിനെ പ്രോപ്പറായിട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനെ ഏത് തരത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പോസിറ്റീവ് കാര്യങ്ങൾക്കാണോ നെഗറ്റീവ് കാര്യങ്ങൾക്കാണോ? പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ലൈഫ് ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കൂ, അത് നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്യാനായിട്ട് സഹായിക്കും? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളൊരു കാര്യം കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുമ്പോഴോ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇത് എൻ്റെ ജീവിതത്തിന് മുതൽക്കൂട്ടാണോ അല്ലയോ എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. നമുക്ക് കറക്റ്റായിട്ട് ഒരു ആൻസർ കിട്ടും. ആ ആൻസറിന് അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ
നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകും. അതുപോലെ അസോസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് അല്ലെ. നമ്മൾ ആരുമായി ചേർന്ന് നിൽക്കുന്നുവോ അവരുടെ സ്വഭാവവും അവരുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് അവരോടൊരു സാമ്യം ഉണ്ടായിരിക്കും. നമ്മുടെ 5 സുഹൃത്തുക്കൾ ആരാണോ അവരുടെ വരുമാനവും അവരുടെ സ്വഭാവവും നമ്മളിതുമായിട്ട് ആവറേജ് ആയിരിക്കും. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ ഒരിക്കലും സൗഹൃദം സ്ഥാപിക്കാറില്ല അല്ലെ. നമ്മുടെ ആറ്റിറ്റ്യൂഡുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റവുമായിട്ട് ഒക്കെ ചേർന്ന് പോകുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് സിനിമയ്ക്ക് പോവാം എന്ന് പറഞ്ഞാൽ എന്നാ ശരി എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. വരുമാനം നോക്കിക്കഴിഞ്ഞാലും അവരൊക്കെ ഒരു ആവറേജ് വരുമാനമായിരിക്കും നമ്മുടെ വരുമാനം. അപ്പൊ നമ്മള് ഒരു അത് നമ്മുടെ ഒരു സ്റ്റേജാണ്, ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സർക്കംസ്റ്റാൻസസ്. ആ സാഹചര്യത്തിൽ നമ്മൾക്ക് നേടാൻ പറ്റുന്നത് നമ്മൾ ഒരുപക്ഷെ നേടിയിട്ടുണ്ടാവും. പുതുതായിട്ട് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? ഒന്നുകിൽ നമ്മളെ അസോസിയേഷനിൽ മാറ്റങ്ങൾ വരുത്തണം. ഇപ്പോ ബിസിനസ്സിൽ നമുക്ക് 2 തരത്തിലുള്ള അസോസിയേഷൻ നമുക്ക് കിട്ടും. ഒന്ന് നമുക്ക് എപ്പോഴും കിട്ടുന്നത് എന്താ? ഞാൻ പല ആൾക്കാരോടും പറഞ്ഞു, ആരും ബിസിനസ്സിലേക്ക് വരുന്നില്ല, ഫാമിലി ബോണസ് ഒന്നും കിട്ടുന്നില്ല, ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് മാച്ച് ചെയ്യുന്നില്ല. ഇത് നടക്കുന്ന കേസല്ല അല്ലെ. അങ്ങനെ കാണുന്ന കുറെ ആൾക്കാരുണ്ട്. അതേസമയം ഫാമിലി ബോണസ് ആണ് നമ്മുടെ ഊർജം, അതിനു വേണ്ടിയാണ് നമ്മൾ ഓടുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഓരോ സൈക്കിളിലും മാച്ച് ചെയ്തുകൊണ്ട് പരമാവധി ഏൺ ചെയ്യുന്ന ലീഡേഴ്സും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് ഒരു മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഒരു കണ്ടുമുട്ടുന്ന സമയത്ത് നമ്മൾ സൗഹൃദം സ്ഥാപിക്കുന്നത് എങ്കിൽ നമ്മളെന്താ ശരി തന്നെയാ, ആൾക്കും ബിസിനസ് നടക്കുന്നില്ല, എനിക്ക് മാത്രമുള്ള പ്രശ്നമല്ല, അദ്ദേഹത്തിനും നടക്കുന്നില്ല, ശരിയാണല്ലോ. അപ്പൊ നമ്മൾ അവരുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ എന്തായി? ഹാപ്പി ആയി. കാരണം എന്താ? ഒരേ തൂവൽ പക്ഷികളായി നമ്മൾ. ഒരേ തൂവൽ പക്ഷികൾ ഒരുമിച്ച് പറക്കും അല്ലെ. അപ്പൊ നമ്മൾ അടുത്ത മീറ്റിങ്ങിൽ വേറൊരാളും കൂടി വന്നു, ഓ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കംപ്ലൈന്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വരുമാനത്തിന്റെ പ്രശ്നം, നമുക്ക് ഒരു നല്ലൊരു അസോസിയേഷൻ നമുക്ക് അവിടെ കിട്ടും. അതേസമയം നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വരുമാനം നേടുന്ന വ്യക്തികളുമായിട്ട് അവരുമായിട്ട് കൂടുതൽ സമയം ചെലവാക്കി അവരുമായിട്ട് എങ്ങനെയാണ് അവർ ബിസിനസ് പ്ലാൻ ഷെയർ ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ ക്ലോസിംഗ് പ്രോപ്പറായിട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ ആഴ്ചയിൽ 2, 3, 4 ഫാമിലി ബോണസ് എടുക്കുന്നത്, ഏറ്റവും കുറഞ്ഞത് ഒരെണ്ണമെങ്കിലും എടുക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. സോ അസോസിയേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ നിൽക്കുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നിന്നും കുറെ കൂടി മുകളിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അസോസിയേഷനിൽ നിങ്ങൾ ചേഞ്ചസ് വരുത്തേണ്ടി വരും. നിങ്ങൾ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കേണ്ടി വരും, പുതിയ വ്യക്തികളുമായിട്ട് ബന്ധം സ്ഥാപിക്കേണ്ടി വരും, പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് നാളെ ചെയ്തെങ്കിൽ മറ്റന്നാൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് സെയിം ആണ്. പലപ്പോഴും നമ്മൾ വാശി പിടിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം സെയിം ആയിരിക്കും, റിസൾട്ട് നമ്മളെപ്പോഴും പുതിയ റിസൾട്ടുകൾ പ്രതീക്ഷിക്കും. നമുക്ക് ചിലപ്പോൾ 6 AM ക്ലബിൽ വരാൻ സാധിക്കില്ല, മീറ്റിങ്ങിൽ വരാൻ സാധിക്കില്ല, പ്ലാൻ കൊടുക്കാൻ സാധിക്കില്ല. ഇതെല്ലാം കൊടുക്കണമെന്ന് നമ്മൾ വിചാരിക്കും. അവസാനം മനോജ് സാർ നമ്മളെടുത്ത് മന്തിന്റെ എൻഡില് ഞങ്ങളുടെ വരുമാനം കാണിക്കാൻ പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. എന്തുകൊണ്ടാ? നമുക്ക് റിസൾട്ട് ഇല്ല. എന്താ റിസൾട്ട് ഇല്ലാത്തത്? നമ്മൾ ഇന്നലെ ചെയ്ത കാര്യം തന്നെയാണ് ഇന്നും ചെയ്ത്. പൂരം ഉള്ളത് നമ്മൾ പൂരം മുഴുവൻ കാണും, പെരുന്നാൾ ഉണ്ടെങ്കിൽ പെരുന്നാൾ കാണും, എല്ലാ കല്യാണം പോവും. നമുക്ക് ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള സമയം നമ്മൾ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തു? ഇന്ന് നമ്മൾ 2 മണിക്കൂർ ബിസിനസ്സിന് സമയം കൊടുക്കുന്നത് എപ്പോഴും ഒരു ദിവസവും നിങ്ങൾ കൊടുക്കുന്നതിന് മാത്രമേ കൗണ്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഈ ആഴ്ചയിൽ 2 ദിവസം ഫുള്ളായിട്ട് ഇറങ്ങാം, 3 ദിവസം ഫുള്ളായിട്ട് ഇറങ്ങാം, അങ്ങനെയൊക്കെ ഒരു ചിന്ത ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ഡെയിലി നിങ്ങൾ ടിക്ക് ചെയ്ത് പോകാനായിട്ട് സാധിക്കണം. ഡെയിലി നിങ്ങൾ ബിസിനസ്സിന് വേണ്ടി എന്ത് ചെയ്തു, എന്താണ് ചെയ്തത്? നമ്മൾ പുതിയ വ്യക്തികളെ കണ്ടോ, പുതിയ കാര്യങ്ങൾ സംസാരിച്ചോ,
ബിസിനസ്സിൽ നിന്ന് നമുക്ക് പ്രൊഡക്റ്റിനെ കുറിച്ചോ സിസ്റ്റത്തിനെ കുറിച്ചുള്ള നോളജ് നമ്മൾ നേടിയോ? ഓരോ ദിവസവും നമ്മൾ സെൽഫ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ തേച്ചു മിനുക്കിക്കൊണ്ടിരുന്നെങ്കിൽ മാത്രമാണ് നമുക്ക് വളരെ ഷാർപ്പായിക്കൊണ്ട്, ഷാർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തി നമ്മുടെ മുന്നിൽ വന്നാലും അവരുടെ അടുത്ത് പ്രോപ്പർ ആയിട്ടുള്ള നോളജ് കൊടുത്തുകൊണ്ട് ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് പലപ്പോഴും പറ്റുന്ന ഒരു വീഴ്ച, നമ്മളെല്ലാം പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യണം അല്ലെ. നാളെ ചെയ്യാം, ഉച്ച കഴിഞ്ഞിട്ട് ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ എന്തായി, ബിസിനസ്സിൽ നമ്മൾ കൊടുക്കുന്ന സമയം വളരെ കുറവായി. പക്ഷെ നമുക്ക് ആഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറയും നമ്മൾ ബിസിനസ്സിൽ കുറെ നാളായി, ഒത്തിരി നാളായി, 1 മാസമായി, 2 മാസമായി, വരുമാനമൊന്നും കാര്യമായിട്ട് കിട്ടിയില്ല, എന്നാളും ആകെ ഒരു 500 രൂപയാണ് കിട്ടിയത്, പിന്നൊന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നതിന്റെ കാരണം എന്താ? നമ്മൾ ഈ ബിസിനസിന്റെ ലീഡർഷിപ്പ് എടുത്ത് നമ്മൾ സ്വയം വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ നമുക്ക് സക്സസ് ആവാനായിട്ട് സാധിക്കൂ. നമ്മളെപ്പോഴും കൂടുതൽ സമയം ഡിപ്പെൻഡബിൾ ആവാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മുടെ കൂടെ ഒരു അപ്ലൈൻ ലീഡർ വന്ന് സഹായിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ബിസിനസ്സിൽ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്ന ഒരു സപ്പോർട്ടാണ്. പക്ഷെ അത് നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യരുത്. ആ ഒരു രീതിയിലേക്ക് ഇതെന്റെ ബിസിനസ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ലീഡർഷിപ്പ് എടുക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ബിസിനസ്സിൽ മുന്നോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് അപ്ലൈന് വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് ആയിരിക്കും. ചിലപ്പോൾ അപ്ലൈന് ഒരു സെയിൽ വേണ്ടി വരും, നിങ്ങളുടെ ഒരു പ്രോസ്പെക്റ്റിന്റെ അടുത്ത് പോവും, അദ്ദേഹം കൂടെ വരും. ആ സമയത്ത് നടക്കുന്നത് അപ്ലൈന്റെ ബിസിനസ് ആണ്. സോ നിങ്ങളുടെ ബിസിനസ് ആക്കിയിട്ട് മാറ്റണമെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച്, പ്രൊഡക്റ്റിനെ കുറിച്ച്, അതുപോലെ തന്നെ ഡെമോ ചെയ്യാനായിട്ട് സ്വന്തമായിട്ട് ലീഡർഷിപ്പ് എടുക്കാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ നെറ്റ്വർക്ക് ബിസിനസ്സിൽ ഹ്യൂജ് ആയിട്ടുള്ള ലെവലിലേക്ക് ഗ്രോ ചെയ്യുള്ളൂ. യാതൊരു തർക്കവും വേണ്ട. അപ്പോ ലീഡർഷിപ്പ് എടുക്കാത്ത വ്യക്തികൾ സ്വയം പഠിച്ചുകൊണ്ട്, അത് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് എല്ലാ ലീഡേഴ്സും തരും. 2, 3, 4, 5 പ്രാവശ്യം നിങ്ങളുടെ കൂടെ വന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും. അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകൾ, ട്രെയിനിങ്ങുകളൊക്കെ നമ്മളെ ഷാർപ്പൻ ചെയ്തെടുക്കാനായിട്ട് സഹായിക്കും. അപ്പൊ അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക. എല്ലാ ലീഡേഴ്സും എന്നും നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് സാധിക്കില്ല. പറ്റുന്ന സമയത്ത് അവരെങ്ങനെ ബിസിനസ് ബിൽഡ് ചെയ്യുന്നു, എങ്ങനെ ബിസിനസ് പ്രസന്റ് ചെയ്യുന്നു, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയണം. സോ അസോസിയേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അസോസിയേഷൻ അനുസരിച്ചാണ് നമ്മുടെ ക്യാരക്ടറും എല്ലാം രൂപപ്പെടുന്നത് അല്ലെ. പലതരത്തിലുള്ള അസോസിയേഷൻ, ഈവനിങ്ങിൽ പലതരത്തിലുള്ള അസോസിയേഷനുള്ള ആൾക്കാരൊക്കെ നമുക്ക് പല ആൾക്കാർക്ക് അറിയും. അവര് ഒരുമിച്ച് കൂടുന്നത് അവരുടെ കോമൺ ആയിട്ടുള്ള ഒരു ഗോളിനാണ്. നമ്മുടെ കോമൺ ആയിട്ടുള്ള ഗോള്, അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു അസോസിയേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് നെഗറ്റീവ് ഇല്ലാതെ പോസിറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലേക്ക് മാറിക്കൊണ്ട് ഉള്ള ഒരു അസോസിയേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ. കമ്മിറ്റ്മെന്റ് നമ്മൾ ഈ പറഞ്ഞ തന്നെ, നമ്മൾ കമ്മിറ്റഡ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. കമ്മിറ്റ്മെന്റിനെ കുറിച്ചൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മനോഹരൻ സാറ് പല ക്ലാസ്സുകളിലും പറഞ്ഞു തരാറുണ്ട്. ഇവിടെ നമുക്ക് അത്തരത്തിലൊരു ഡെപ്തിലേക്ക് പോകാനായിട്ടുള്ള സമയമില്ല. അപ്പൊ നമ്മുടെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ബിസിനസ്സിനോടുള്ള കമ്മിറ്റ്മെന്റ്, അത് നമ്മളുടെ ടീമിനോടുള്ള കമ്മിറ്റ്മെന്റ്, നമ്മുടെ സെയിൽസ്, നമ്മുടെ ഫാമിലി, എല്ലാത്തിനോടും നമുക്ക് കമ്മിറ്റഡ് ആയിട്ട് വേണം നമ്മൾ ഈ ബിസിനസ്സിൽ നിൽക്കാനായിട്ട്. അതുപോലെ തന്നെ പ്രൊക്രാസ്റ്റിനേഷൻ ഞാൻ പറഞ്ഞതാണ്. പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വിജയിക്കാനായിട്ട് പാടായിരിക്കും. കാരണം എന്താ, അദ്ദേഹം ഒന്നും ഇന്ന് ചെയ്യില്ല, എപ്പോഴും നാളേക്ക് നാളെ, നാളെ നാളെ, നീളെ നീളെ, ഒന്നും നടക്കുന്നുണ്ടായിരിക്കില്ല. സോ പ്രൊക്രാസ്റ്റിനേഷൻ എന്നുള്ളത് മാറ്റിയിട്ട് ഡു ഇറ്റ് നൗ, ഡു ഇറ്റ് നൗ. ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ, അപ്പൊ നമുക്കൊരാളെ വിളിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ വിളിച്ചു നോക്കുക. അത് നാളേക്കോ, ചിലപ്പോൾ അദ്ദേഹത്തിന് അസൗകര്യമാണെങ്കിൽ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഉച്ച കഴിഞ്ഞ് വിളിക്കാം. എന്താ, ഉള്ളിൽ നിന്നൊരു ഫിയർ ആണ് അദ്ദേഹത്തിന് വിളിച്ചാൽ എന്തുണ്ടാവുന്നത്. അപ്പോ ഉച്ച കഴിഞ്ഞ് വിളിക്കാം, നാളെ വിളിക്കാം, മറ്റന്നാൾ വിളിക്കാം. ഇതാണ് പ്രൊക്രാസ്റ്റിനേഷൻ. വലിയൊരു സംഭവം ഒന്നല്ല, പക്ഷെ ഈ ഒരു സംഭവം നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഒന്നും ഒരിക്കലും ചെയ്യാത്ത ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറും. സോ പ്രൊക്രാസ്റ്റിനേഷൻ എന്നുള്ള ഒരു കാര്യം മാറ്റിയിട്ട് ഡു ഇറ്റ് നൗ. നിങ്ങൾക്കൊരു ചെക്ക് ലിസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ഇന്ന് വൈകുന്നേരം നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുക. മേ ബി ഒരു 10-12 കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ, എന്തോ ആയിക്കോട്ടെ. നിങ്ങളുടെ മൊബൈൽ റീചാർജ് ചെയ്യലോ, അല്ലെങ്കിൽ ഫീസ് അടയ്ക്കലോ, കറണ്ട് ബില്ല് അടയ്ക്കലോ, അല്ലെങ്കിൽ നിങ്ങൾ 2 വ്യക്തികളെ കാണുക, എന്തായിക്കോട്ടെ, നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ടിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഡു ഇറ്റ് എന്നുള്ളൊരു അറ്റ്മോസ്ഫിയറിലേക്ക് വരികയാണ് ചെയ്യുന്നത്.
വൈകുന്നേരം നിങ്ങൾ ടോട്ടൽ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു 15 കാര്യം എഴുതിയിട്ട് 2 കാര്യമൊക്കെ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഗുഡ് പ്രൊക്രാസ്റ്റിനേറ്റർ ആണ്, അല്ലെ? അതിന്റെ നമ്പർ കുറച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ടിക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പെർഫോമർ ആയിട്ട് നമുക്ക് സ്വയം ഫീൽ ചെയ്യും. ബ്രെയിനിനെ സംബന്ധിച്ച് നിങ്ങൾ 10,000 നേടുന്നതും ഇവിടെ ഒരു ടിക്ക് അടിക്കുന്നതും സെയിം ഫീലിംഗ് ആണ്. യു സക്സീഡ്, നിങ്ങൾ വിജയിച്ചു, നിങ്ങളൊരു കാര്യം പൂർത്തീകരിച്ചു. ഈ ഒരു മെസ്സേജാണ് നമ്മൾ ബ്രെയിനിന് കൊടുക്കുന്നത്. ഈ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ബ്രെയിനിന് നമ്മൾ ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആളാണ് എന്നുള്ള ഒരു പോസിറ്റീവ് മെസ്സേജ് നിങ്ങൾക്ക് ഓരോ ദിവസവും കൊടുക്കാൻ പറ്റുമ്പോൾ അത് വലിയ വലിയ നേട്ടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. സോ ഡു ഇറ്റ് നൗ എന്നുള്ളത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്, പ്രാക്ടീസ് ചെയ്യാതിരിക്കാവുന്നതാണ്. ഇതിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ചെയ്യാം, ചെയ്യാതിരിക്കാം, നമ്മളാണ് തീരുമാനിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇന്ന് ചെയ്യേണ്ടത് 10 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പൊ ചെയ്യാം. സോ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇപ്പൊ ചെയ്യാനായിട്ടാണ്. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ റിസൾട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ ചിന്തകളും നമ്മുടെ വാക്കുകളും അതുപോലെ തന്നെ നമ്മുടെ ശീലങ്ങളും പെരുമാറ്റവും സ്വഭാവവും ഇതെല്ലാം നമ്മുടെ ഡെസ്റ്റിനി എന്ന് തീരുമാനിക്കുന്നത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്താണ്. എന്ത് തരത്തിലുള്ള ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്, അതിനനുസരിച്ചുള്ള വേർഡ്സ്, ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു നമ്മളെ അറോഗന്റ് ആക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്ത് വരുന്നു വന്നു കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല, അല്ലെ? അപ്പൊ അവിടെ നമുക്ക് ഒരു ചിന്തകൾ വരും, വാക്കുകൾ വരാം, പുറത്തേക്ക് വരാതിരിക്കാൻ ശ്രമിക്കാം. അവിടെയാണ് നമ്മളൊരു ഫിൽട്ടർ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്തായി, അതിനനുസരിച്ചുള്ള സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും, പെരുമാറ്റങ്ങൾ. നമ്മൾ നല്ല സ്വഭാവമാണെങ്കിൽ നല്ല പെരുമാറ്റം ഉണ്ടാവും, നല്ല പെരുമാറ്റമുള്ള ഒരാൾക്ക് നല്ല ക്യാരക്ടർ ഉണ്ടാവും, നല്ല ക്യാരക്ടറുള്ള ഒരാളുടെ ഡെസ്റ്റിനി, ജീവിതത്തിന്റെ ഒരു നിലവാരം എന്ന് പറയുന്നത് വളരെ മികച്ചതായി. ഇത് തന്നെ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ളതാണെങ്കിൽ, നേരത്തെ പറഞ്ഞതാണ്, നെഗറ്റീവ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് തോട്ട്സുകൾ, നമ്മൾ എന്ത് ചെയ്യാൻ പോകുമ്പോൾ നെഗറ്റീവ് തോട്ട്സുകൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. ആ നെഗറ്റീവ് തോട്ട്സുകൾ നമുക്ക് കൂടുതൽ മോശമായ കാര്യങ്ങൾ ചെയ്യാനും കൂടുതൽ മോശമായിട്ടുള്ള ഒരു സ്വഭാവവും പെരുമാറ്റമൊക്കെ നമ്മുടെ ഉള്ളിൽ വരാനായിട്ട് കാരണമായിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ചിന്തകളിലാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇതിനെ പോസിറ്റീവായിട്ട്, പോസിറ്റീവ് ചിന്തകൾ കൊണ്ടുവരാൻ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, പോസിറ്റീവായിട്ട് വ്യക്തികളെ കാണാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിപ്പിക്കും, ഒരുപാട് പുരോഗതിയിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. സോ തോട്ട്സ്, അതാണ് നമ്മുടെ മെയിനായിട്ട്. ഏകദേശം 60,000 ചിന്തകൾ നമ്മുടെ ബ്രെയിനിലൂടെ ഒരു ദിവസം കടന്നു പോകുന്നു എന്നാണ് പറയുന്നത്. ഇതിനെ മുഴുവൻ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമോ, അല്ലെങ്കിൽ ഇതിൽ മുഴുവൻ നമ്മൾ ഇതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. പക്ഷെ ഇതിൽ നിന്ന് ആവശ്യമുള്ളകൾ, ചിന്തകൾ നമ്മൾ എടുക്കാനും ആവശ്യമുള്ള ചില കാര്യങ്ങൾ ഓർമ്മയിൽ വരും അല്ലെങ്കിൽ ചിന്തയിൽ വരുമ്പോൾ അത് നോട്ട് ചെയ്യാനൊക്കെ നമുക്ക് കഴിയണം. അത് പിന്നീട് ചിലപ്പോൾ ആ ചിന്തകൾ വന്നില്ല എന്ന് വരും. അപ്പൊ നമുക്ക് കിട്ടുന്ന ചിന്തകള് അതിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ളത് മാത്രം എടുക്കാനും നെഗറ്റീവായിട്ടുള്ളതിനെ ഒഴിവാക്കാനും നമുക്ക് സാധിക്കണം. ലയൺ ആറ്റിറ്റ്യൂഡ്. ലയൺ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ലയണിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അറിയാലോ, അല്ലെ? എന്താ അതിന്റെ പ്രത്യേകത? പിക്ചർ ഉള്ളതുകൊണ്ട്. യെസ്, ലയണിന്റെ പ്രത്യേകത എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ടാർഗറ്റ്, അതിന്റെ ഒരു ഇര പിടിക്കാനാണെങ്കിൽ അത് ഒന്നിനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കീഴടക്കുക എന്നുള്ളതാണ് സിംഹത്തിന്റെ ഒരു രീതി. നമ്മൾ പല വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ അതിനെ ഫോളോ ചെയ്യുന്ന സമയത്ത് മറ്റു പല കാട്ടുപോത്തോ അങ്ങനെയുള്ളതൊക്കെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ശ്രദ്ധിക്കാറില്ല. ഏതിനെയാണോ ടാർഗറ്റ് ചെയ്ത് അതിൻ്റെ അടുത്തേക്ക് മാത്രം പോവുകയും അതിനെ കീഴ്പ്പെടുത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ലയൺ നമുക്കെല്ലാവർക്കും അറിയാം, കാട്ടിലെ ഏറ്റവും വലിയ മൃഗമൊന്നുമല്ല. പക്ഷെ അതിന്റെ ആറ്റിറ്റ്യൂഡാണ് അതിനെ മറ്റുള്ളവരുടെ മുകളിൽ അധീശത്വം സ്ഥാപിക്കാനായിട്ട് സഹായിക്കുന്നത്. സോ അവിടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ബിലീഫാണ്. ഞാൻ ഇതിനെ തോൽപ്പിക്കും, അല്ലെങ്കിൽ ഇത് എന്നെക്കാളും ചെറുതാണ്, അല്ലെങ്കിൽ ഇതിനെ ഞാൻ കീഴ്പ്പെടുത്തും എന്നുള്ള
ഒരു ആറ്റിറ്റ്യൂഡ് മാത്രം കൈമുതലായതുകൊണ്ടാണ് എല്ലാ മൃഗങ്ങൾക്കും മുകളിലായിട്ട് ഒരു ലയൺ രാജാവായിട്ട് നിൽക്കുന്നത്. ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ബിലീഫിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ ബിലീഫ്, നമ്മുടെ ഉള്ളില് നമ്മളും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമുക്ക് അത്തരത്തിലൊരു കാഴ്ചപ്പാട്, നമുക്കൊരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ ആ ടാർഗറ്റ് നമ്മൾ എത്തും, അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്തിരിക്കും, അതിനുവേണ്ടി എത്ര കഠിന പരിശ്രമവും നമ്മൾ ചെയ്യും എന്നുള്ള രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കണം. നമ്മൾ അതിന് പകരമായിട്ട് നമ്മൾ ഇത് നടക്കില്ല, അല്ലെങ്കിൽ കുറച്ച് സമയം നമ്മൾ അതിന്റെ പിന്നിൽ പോയി 4 ദിവസം ബിസിനസ്സിൽ വളരെ ആക്റ്റീവായി 5-ാം ദിവസം മുതൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയില്ല വെച്ചുകൊണ്ട് മാറി നിൽക്കലല്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ട് നമുക്ക് തീർച്ചയായിട്ടും വലിയ വലിയ വിജയങ്ങളുമുണ്ട്. കണ്ടിന്യൂസ് എഫേർട്ട് ഇടുക എന്നുള്ളതാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. സോ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് നമ്മുടെ ഉള്ളിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. കാരണം ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മളെ സസ്റ്റെയിൻ ചെയ്യിക്കുന്നത്, അല്ലെ? ബിസിനസ്സിൽ തോറ്റിട്ടല്ല ആൾക്കാർ പോകുന്നത്. ആൾക്കാർ എന്തുകൊണ്ടാണ് പോകുന്നത്? ആൾക്കാർ റിസൾട്ട് വന്നില്ല എന്നുള്ളത് കൊണ്ടാണ്, അല്ലാതെ കൊടുത്ത പൈസക്ക് പ്രൊഡക്റ്റ് കിട്ടിയില്ല, നഷ്ടമൊന്നും എന്നല്ല. അവർക്ക് വിജയിക്കാനായിട്ട് ഉദ്ദേശിച്ച രീതിയിൽ സാധിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് എഫേർട്ട് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു പാറ പൊട്ടിക്കുകയാണെന്ന് വിചാരിക്കാം. ആ പാറ പൊട്ടിക്കുമ്പോൾ ഒരു പാറയുടെ വലിപ്പം, അതിന്റെ ബലം, അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള കൂടം അല്ലെങ്കിൽ ചുറ്റിക, അതിന്റെ വെയിറ്റ്, പ്ലസ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ബലം, ലാസ്റ്റ്ലി നിങ്ങൾ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സിംഗിൾ പോയിന്റിലാണ്. വലിയൊരു പാറ പൊട്ടും. എപ്പോ പൊട്ടും? നിങ്ങൾ ഒരടി ഇവിടെ, ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ, അങ്ങനെ പൊട്ടില്ല. ഒരേ പോയിന്റിൽ നിങ്ങൾ കൊടുക്കുന്ന പ്രഷറിനും കൂടത്തിന്റെ ബലത്തിനും പാറയുടെ ബലത്തിനും പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അതിനെ തകർക്കാൻ പറ്റുന്ന ഒരു ബലം വരുന്ന സമയത്ത് അത് പൊട്ടിയിരിക്കും. അതേസമയം നമ്മൾക്ക് സംഭവിക്കുന്നത് എന്താ? നമുക്ക് ഫോക്കസ് മാറിക്കൊണ്ടിരിക്കും. ഓരോ സമയത്തും നമ്മൾ മറ്റു പല കാര്യങ്ങളും ചെയ്തു, പ്രോപ്പറായിട്ട് ബിസിനസ്സിൽ നമ്മൾ കണ്ടിന്യൂസ് എഫേർട്ട് ഇടുന്നില്ല, എന്നിട്ട് നമ്മൾ റിസൾട്ട് എക്സ്പീരിയൻസ്. ഈ പാറ പൊട്ടാനായിട്ട് ചിലപ്പോൾ 10 അടിയാവും, ചിലപ്പോൾ 20 അടിയാവും, ചിലപ്പോൾ 25 അടിയാവും. പക്ഷെ ഞങ്ങൾ അടിച്ചുകൊണ്ടിരുന്നാൽ അത് പൊട്ടും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ബിസിനസ്സിൽ മുന്നോട്ട് പോകാം. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റിസൾട്ട് നമ്മൾ സാധാരണ അത്രയൊന്നും 10 ദിവസം കൊണ്ട് പ്രതീക്ഷിച്ചത് ചിലപ്പോൾ 15 ആവാം, ചിലപ്പോൾ 5 ദിവസം കൊണ്ടാവും. പക്ഷെ റിസൾട്ട് വന്നിരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. സോ ലയൺ ആറ്റിറ്റ്യൂഡ് നമ്മൾ കണ്ടു. ഡയറക്ഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ് ഇത് തന്നെ. നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചുള്ള ഡയറക്ഷൻസ് നമുക്ക് വരും നമ്മുടെ ബ്രെയിനിന്റെ ഉള്ളിൽ നിന്ന്. സോ അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. സോ ആറ്റിറ്റ്യൂഡ് ആണ് എവറിത്തിങ്. ആറ്റിറ്റ്യൂഡ് ഡിസൈഡ്സ് യുവർ ആൾട്ടിറ്റ്യൂഡ്. ലയന്റെ ആറ്റിറ്റ്യൂഡ് പോലെ സേ ഐ ക്യാൻ, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള, അല്ലെങ്കിൽ എനിക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ മാറും. ആറ്റിറ്റ്യൂഡാണ് എല്ലാം എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആറ്റിറ്റ്യൂഡ് നമ്മളെ ബിൽഡ് ചെയ്യാനും തകർക്കാനും ഒക്കെ ഈ ഒരു സംഭവം മാത്രം മതി. സോ ഇത് നമ്മുടെ ഉയരം, ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉയരം, ജീവിതത്തിലെ നമ്മുടെ തലം, അത് നിശ്ചയിക്കുന്നത് നമ്മുടെ മനോഭാവം എന്നുള്ളതിനെ എങ്ങനെ ഉണ്ട്, ഏത് തരത്തിലുള്ള ഒരു മനോഭാവമാണ് നമുക്ക് ഉള്ളത് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിലെ വിജയം. സോ ഹാവ് ദ ലയൺ ആറ്റിറ്റ്യൂഡ് ടു സേ യെസ് ഐ ക്യാൻ, എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് വിജയിക്കാൻ പറ്റും. ഒരു നമ്മുടെ മുമ്പിലുള്ള വലിയ ലീഡേഴ്സ്, മനോജ് സാറിനോ അല്ലെങ്കിൽ മറ്റു ലീഡേഴ്സിനോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഇമ്പോസിബിൾ അല്ല, പോസിബിൾ ആണ്. ഒരുപക്ഷെ അവർ അന്ന് ചെയ്തേക്കാളും ഈസിയാണ് എന്ത് കാര്യവും. പക്ഷെ അവരിട്ടിട്ടുള്ള എഫേർട്ട് നമ്മൾ ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാവില്ല, രാവും പകലും ഇല്ലാതെ ഓടിയിട്ടുണ്ടാവില്ല, 5-6 ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർ കൊണ്ടുവന്ന റിസൾട്ടാണ്. സോ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട്, അതിനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ഇടുന്ന എഫേർട്ടിനുള്ള റിസൾട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമുക്ക് കൂടുതൽ റിസൾട്ട് വേണമെങ്കിൽ കൂടുതൽ എഫേർട്ട് ഇടുക. സോ നിങ്ങളുടെ മനോഭാവം ഒരു വിജയിയുടെ മനോഭാവമാക്കിയിട്ട് മാറ്റാനായിട്ട് സാധിക്കുക. ഓരോ ദിവസവും ഞാനൊരു വിജയിയാണ്, ഞാനൊരു വിന്നറാണ് എന്ന് നിങ്ങളോട് തന്നെ ആ മിററിന്റെ ഒക്കെ മുമ്പിൽ ചെന്നിട്ട് ഐ എം എ വിന്നർ എന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് വേറെ ആരും കാണുന്നില്ല. നമ്മൾ നമ്മളോട് കാണിക്കുന്നതാണ് നമ്മുടെ കോൺഫിഡൻസ്.
പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ് കുറവാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. നമ്മളൊരു കാര്യം ചെയ്യാം എന്ന് ഏറ്റിട്ട് ചെയ്യാതിരിക്കുന്നത് നമ്മുടെ ആത്മവിശ്വാസ കുറവാണ് അല്ലേ. നമ്മള് മനോജ് സാറ് 1 കോടി അടിക്കേണ്ടതും 10 ലക്ഷം മാസം 2 ലക്ഷമെങ്കിലും ചെയ്യുന്നതൊക്കെ പറയുന്നത് നമ്മൾ ആ സമയത്ത് യെസ് പറയുന്നുണ്ടാവും കൂട്ടത്തില്, പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് യെസ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഉള്ളിന്റെ ഉള്ളില് യെസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങില്ല, നമ്മൾ ഓടും. ശരിയല്ലേ? സോ ഉള്ളിന്റെ ഉള്ളിലേക്ക് ബിസിനസ്സിനെ എടുക്കാനും അതിനനുസരിച്ചുള്ള ഒരു അറ്റ്മോസ്ഫിയറും മനോഭാവവും ഡു ഇറ്റ് നൗ പ്രാക്ടീസ് ചെയ്യാനും നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിജയങ്ങളും ഒരുപക്ഷെ ഇന്ന് കിട്ടിയിട്ടുള്ള വിജയത്തിനേക്കാളൊക്കെ 10 ഇരട്ടി 100 ഇരട്ടി വലിയ വിജയങ്ങൾ നേടിക്കൊണ്ട് വലിയ ലീഡേഴ്സായിട്ട് കേരളവും ഇന്ത്യയൊക്കെ മുഴുവൻ അറിയപ്പെടുന്ന വലിയ വ്യക്തികളായിട്ട് മാറാൻ കഴിവുള്ള വ്യക്തികളാണ് ഇപ്പോ ഇന്ന് ഈ സൂമിൽ നമ്മുടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തിയും. ഒരുപാട് പൊട്ടൻഷ്യലുള്ള ലീഡേഴ്സാണ്. സോ അതിനെ മാക്സിമം പുറത്തേക്ക് കൊണ്ടുവരിക, പ്രൊക്രാസ്റ്റിനേഷൻ എന്നുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുക, ഡു ഇറ്റ് നൗ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ യുവർ ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ്, ആറ്റിറ്റ്യൂഡ് ഡിസൈഡ്സ് യുവർ ആൾട്ടിറ്റ്യൂഡ്. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇന്ന് എനിക്ക് ഈ ഒരു അവസരം തന്ന നമ്മുടെ KBCയുടെ എൻ്റെ ലീഡർഷിപ്പിനെ ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. താങ്ക് യു സർ. താങ്ക് യു ഷൈ സർ. മനോഭാവത്തെക്കുറിച്ച് ഇത്രയും മനോഹരമായി നമ്മുടെ മുമ്പിൽ ഇത്രയും നേരം വളരെ ആധികാരികമായി പ്രതിപാദിച്ചിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഗ്രേറ്റ് ലീഡർ ഷൈ സാറിന് നിങ്ങൾ ഓരോരുത്തരുടെയും പേരുള്ള അഭിനന്ദനം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും പ്രൊക്കാസ്റ്റിനേഷൻ ഈസ് എ ക്രിമിനൽ ഒഫൻസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ കുറ്റാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക, അത് നാളത്തേക്ക് മാറ്റി വെക്കുന്നതാണ് ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റം എന്നാണ് അദ്ദേഹം ഇവിടെ പ്രതിപാദിച്ചുള്ളത്. അതുപോലെ തന്നെ ഇമ്പോസിബിൾ എന്ന വാക്ക് നിഘണ്ടുവിൽ നിന്ന് നീക്കം ചെയ്യുന്നത് ഞാൻ പറയാം. കാരണം വെച്ചാൽ അസാധ്യമായിട്ട് ഈ ലോകത്തൊന്നുമില്ല, എല്ലാം നമ്മുടെ മനുഷ്യർ നേടിയിട്ടുണ്ട്. അപ്പൊ ഇമ്പോസിബിൾ എന്ന വാക്ക് നിഘണ്ടുവിൽ നിന്ന് നീക്കം ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നത്. അതെല്ലാമൊക്കെയാണ് നമ്മൾ ഈ സൂം മീറ്റിൽ നമ്മൾ ഓരോരുത്തർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഓരോ വ്യക്തികളെയും വിജയപഥത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ പറ്റുന്ന വിജയമന്ത്രങ്ങൾ ചൊല്ലിത്തരുന്ന ഈ സൂം മീറ്റിംഗിൽ ഈ അവസാന നിമിഷം വരെയും പങ്കെടുത്തുള്ള ഓരോ ലീഡേഴ്സിനെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വിജയിക്കാനുള്ള ഓരോ തീഷ്ണത, അതായത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിന്റെ പവർ ഉപയോഗപ്പെടുത്തുക. ഒരു ചെറിയൊരു കാര്യം ഞാൻ സൂചിപ്പിക്കണം. നമ്മളെ ആമ എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്, ആമ എല്ലാവർക്കും അറിയുന്നതാണ്. അത് മുട്ടയിടുന്നത് കരയിലാണ്. കരയിൽ മണ്ണ് മാന്തി മുട്ടയിട്ട് അത് തിരിച്ചു പോവാണ്. ആ തിരിച്ചു പോകുന്ന ഘട്ടത്തിൽ നമ്മളിപ്പോൾ ഉള്ള ആരെങ്കിലും ആമേനെ പിടിച്ച് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ മുട്ട വിരിയില്ല. അത് കടലിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ കളിക്കൂട്ടുകാരനുമായി അങ്ങനെ സംവദിക്കലല്ല അത് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് അതിന്റെ സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ള എനർജി ആ മുട്ടയിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. അതിൽ തന്നെയാണ് അതിന്റെ ശ്രദ്ധ. അപ്പൊ ആമയുടെ മുട്ട വിരിയുന്നത്, ആമക്ക് എന്തെങ്കിലും സംഭവിച്ചു ആ മുട്ട വിരിയില്ല. അപ്പൊ ആ മുട്ട വിരിയുന്നത് വരെ നമ്മളെ കോഴി അടയിരിക്കുന്നത് പോലെ അതിന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് പുറപ്പെടുന്ന എനർജി ഉണ്ടല്ലോ, ആ എനർജിയുടെ ചൂടേറ്റാണ് ആ മുട്ട വിരിയുന്നത്.